കണ്ണൂരിൽ ബാറിൽ വെച്ച് ഓടക്കുഴലിന്റെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. കണ്ണൂരിലെ CPM പ്രവർത്തകനായ ശരത് വട്ടപ്പൊയിലിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബാറിലെ കൗണ്ടറിന് മുകളിൽ ഓടക്കുഴൽ വെച്ചിട്ടുള്ള ചിത്രമാണ് അടിക്കുറിപ്പോട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലായിരുന്നു സംഭവം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് മുൻ ക്ലർക്ക് അഖിൽ C. വർഗീസ് ഒറ്റയ്ക്കാണ് നടത്തിയതെന്ന് വിജിലൻസ്. നഗരസഭാ സെക്രട്ടറി അടക്കം മറ്റുദ്യോഗസ്ഥർക്ക് തട്ടിപ്പ് വിവരം അറിയില്ലായിരുന്നുവെന്നും നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും അഖിൽ കൈകാര്യം ചെയ്തിരുന്ന ഫയലുകൾ മേലുദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷവും അതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ റോഡ് ഉപരോധിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുത്തു. വെത്തത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പുലിഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്കെതിരെയാണ് മേലാറ്റൂർ പോലീസ് കേസെടുത്തത്. നിയമവിരുദ്ധമായി സംഘം ചേർന്നെന്നും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്ക് മാർഗ തടസ്സമുണ്ടാക്കിയെന്നുമാണ് കേസ്. കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗിൽ കോടികളിൽ ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം നൽകി 26 കോടി രൂപ തട്ടിയ കേസിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ സുജിതയെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരനായ കൊച്ചിയിലെ വ്യവസായി വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പിലെ നിർദ്ദേശപ്രകാരം പണം കൈമാറിയ അക്കൗണ്ടുകളിലൊന്ന് സുജിതയുടേതാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പാലക്കാട് മുതലമടയിൽ ആദിവാസി യുവാവിനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദനം ചെയ്ത സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി മർദ്ദനമേറ്റ വെള്ളയ്യൻ. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് ആരോപണം. ചിറ്റൂർ DYSP െതിരെയാണ് വെള്ളയ്യൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മൊഴിയെടുക്കാനെന്ന വ്യാജേന വിളിപ്പിച്ച ശേഷം കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് വെള്ളയ്യൻ പറയുന്നത്. ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മാധ്യമപ്രവർത്തകൻ മരിച്ചു. സിരാജ് ദിനപത്രത്തിലെ സബ് എഡിറ്റർ ജാഫർ അബ്ദുറഹീമാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 12:50 അപകടമുണ്ടായത്. ഇടുക്കി മുതൽക്കോണം പള്ളിയിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുമെന്ന് BJP പോസ്റ്റർ. വിവാദമായതോടെ പോസ്റ്റർ നിഷേധിച്ച് ഇടവക വികാരി രംഗത്തെത്തി. പള്ളിക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്നും ഇടവക അറിയാതെയാണ് പോസ്റ്റർ അടിച്ചതെന്നും ഇടവക വികാരി വിശദീകരിച്ചു. ഇന്ന് രാവിലെയാണ് പോസ്റ്റർ പുറത്തുവന്നത്. BJPയുടെ ന്യൂനപക്ഷ മോർച്ച വിഭാഗമാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രിയ സുഹൃത്ത് നരേന്ദ്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആശംസ. മോദി ഇന്ത്യക്കായി പല നേട്ടങ്ങളും കൈവരിച്ചുവെന്നും ഇന്ത്യയും ഇസ്രായേലും സൗഹൃദത്തിൽ ഒരുപാട് മുന്നോട്ട് പോയെന്നും നെതന്യാഹു പുകഴ്ത്തി. ഒരുപാട് ലോക നേതാക്കളും സിനിമാ കായിക രംഗത്തെ പ്രമുഖയും നരേന്ദ്രമോദിക്ക് ആശംസകൾ അർപ്പിച്ചു. പുതിയ ഇന്ത്യ ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 75ാം ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിനെ അദ്ദേഹം ആനോളം പുകഴ്ത്തി. ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അദ്ദേഹം പ്രശംസിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമ്മയുടെയും AI ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസിന് പട്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് PB ബജന്ദ്രിയുടേതാണ് നടപടി. എല്ലാ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വൈക്കോൽ കത്തിക്കുന്നതിലൂടെ രൂക്ഷമായ വായു മലിനീകരണത്തിന് കാരണമാകുന്ന കർഷകരിൽ ചിലരെ ജയിലിൽ അടയ്ക്കുന്നത് മറ്റുള്ളവർക്ക് ശക്തമായ സന്ദേശം നൽകുമെന്നാണ് സുപ്രീം കോടതി. എല്ലാ കൊല്ലവും ഒക്ടോബറിൽ ഡൽഹി NCR മേഖലയിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതി അഭിപ്രായം പങ്കുവച്ചത്. ഖത്തർക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ ചേർന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവും ഖത്തറിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ച് വിവിധ രാജ്യങ്ങൾ. പലസ്തീനുള്ള പിന്തുണയ്ക്കും ഉച്ചകോടി വേദിയായി. സഖ്യരാജ്യങ്ങളിൽ ഏതു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണവും അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കരുതുമെന്ന് ഉച്ചകോടി വ്യക്തമാക്കി. തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി 3 കോൺഗ്രസ് MAPമാർ സമ്മതിച്ചതായി ഭാരത് രാഷ്ട്ര സമിതി MLA പാഡി കൌശിക് റെഡ്ഡി ആരോപിച്ചു. ഒരു പത്രസമ്മേളനം നടത്തി എല്ലാവരോടും ഇക്കാര്യം വെളിപ്പെടുത്താൻ പോലും അവരെന്നോട് ആവശ്യപ്പെട്ടെന്നും കൌശിക് റെഡ്ഡി അവകാശപ്പെട്ടു. അസം BJP സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ വിവാദത്തിൽ. AI വീഡിയോ ആണ് X ഹാൻഡിലിൽ പങ്കുവച്ചത്. BJP ഇല്ലാത്ത അസം എന്ന പേരിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോ പങ്കുവച്ചു. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അസമിൽ BJP ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന തലക്കെട്ടോടുകൂടിയ വീഡിയോ BJP നേതാക്കൾ പങ്കുവച്ചത്. പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. മധ്യപ്രദേശിലെ ഖജുരാഹോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കണമെന്ന ഹർജിക്കാരനോട് നിങ്ങളുടെ ഭഗവാനോട് പറയൂ എന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധമുയർന്നത്. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ വിനീത് ജിന്ദാൽ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. ചാർലി കിർക്ക് കൊലപാതകത്തിലെ പ്രതി ടൈലർ റോബിൻസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതക നിയമ സംവിധാനത്തെ തടസ്സപ്പെടുത്തലടക്കം 7 കുറ്റങ്ങളാണ് 22-കാരനായ ടൈലർ റോബിൻസിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ടൈലറിന് വധശിക്ഷ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നാണ് പ്രോസിക്യൂഷൻ അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ചാർലി ക്രിക്കിന്റെ വിദ്വേഷ പരാമർശങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രതിയുടെ ടെക്സ്റ്റ് സന്ദേശങ്ങൾ പ്രോസിക്യൂഷൻ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈറോയിലെ
റോമിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലെ കൺസർവേഷൻ ലാബിൽ സൂക്ഷിച്ചിരുന്ന അമൂല്യ സ്വർണ്ണ ബ്രേസ്ലെറ്റ് കാണാതായി പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 21-ാം രാജവംശത്തിലെ മൂന്നാമത്തെ ഫെറവോയായിരുന്ന ഫെറവോസ് ഹൈസനസ് ഒന്നാമന്റേതാണ് ഈ അപൂർവ ബ്രേസ്ലെറ്റ്. വരാനിരിക്കുന്ന ട്രഷർ ഓഫ് ഫെറവോസ് പ്രദർശനത്തിനായി ഇത് റോമിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിലെത്തി. ഇന്ന് വിൻസർ കാസലിൽ ചാൾസ് രാജാവും രാജ്ഞി കമിലയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായും ചർച്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധങ്ങളും അരങ്ങേറും. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ട്രംപ് എത്തിയത്. കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന് ഖലിസ്ഥാനി സംഘടനയുടെ ഭീഷണി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 6 for Justice എന്ന ഖലിസ്ഥാനി സംഘടനയാണ് ഭീഷണി മുഴക്കിയത്. വ്യാഴാഴ്ച കാനഡയിലെ വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 12 മണിക്കൂർ ഉപരോധം പ്രഖ്യാപിച്ചതായും റിപ്പോർട്ട് പുറത്തുവന്നു. സെപ്റ്റംബർ 18-ന് കോൺസുലേറ്റ് സന്ദർശിക്കരുതെന്ന് ഇൻഡോ കനേഡിയൻ പൌരന്മാർക്ക് സംഘടന മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ യുദ്ധം കടുപ്പിച്ച ഇസ്രായേൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 75 ആയി എന്നാണ് റിപ്പോർട്ട്. ഗാസയിലുള്ള 3000 ഹമാസ് പോരാളികളെ ഇല്ലാതാക്കാൻ കൂടുതൽ സൈന്യത്തെ യുദ്ധമുഖത്തെത്തിക്കാനാണ് ഇസ്രായേൽ നീക്കം. ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നിൽക്കാൻ പോലും സാധ്യമാവാത്തത്ര തിരക്കാണെന്നാണ് വിവരം. നഗരം പിടിച്ചെടുക്കാൻ ഒടുവിൽ ഇസ്രായേൽക്കാരെ യുദ്ധം കൂടി തുടങ്ങിയതോടെ ഗാസ കത്തുകയാണ്. UPI ഉപയോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത. ഭാവിയിൽ UPI ഒരു ATM പോലെ ഉപയോഗിക്കാൻ കഴിയും. രാജ്യത്തുടനീളമുള്ള 2 കോടിയിലധികം വരുന്ന ബിസിനസ് കറസ്പോണ്ടന്റുകളെ പ്രയോജനപ്പെടുത്തി UPI വഴി 10,000 രൂപ വരെ പണമായി പിൻവലിക്കാനുള്ള പദ്ധതിക്ക് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ രൂപം നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് കടയിൽ QR കോഡ് സ്കാൻ ചെയ്യുന്നത് പോലെ ലളിതമാകും. ഉപയോക്താക്കൾ അവരുടെ ഇഷ്ടപ്പെട്ട UPI ആപ്പ് തുറന്ന് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന വിധമാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ബാങ്കിംഗ് കറസ്പോണ്ടന്റ് നൽകുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റിന് അംഗീകാരം ലഭിക്കുന്നതോടെ പണം കയ്യിൽ കിട്ടുന്ന രീതിയിലാണ് പദ്ധതി. ഉടൻ തന്നെ ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് തൽക്ഷണം പണം ഡെബിറ്റ് ചെയ്യും. എന്നാൽ ബിസിനസ് കറസ്പോണ്ടന്റുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഉണ്ടാകാമെന്ന് ഇൻഡസ്ട്രി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചാറ്റിംഗ് കൂടുതൽ എളുപ്പമാക്കാൻ വാട്സപ്പിൽ പുത്തൻ ഫീച്ചർ പരീക്ഷിക്കുന്നതായി റിപ്പോർട്ട്. മെസ്സേജ് റിപ്ലൈകൾ ത്രെഡ് ചെയ്ത സംഭാഷണങ്ങളാക്കി ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഫീച്ചർ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്. ഉപയോക്താക്കളുടെ ആശയവിനിമയം എളുപ്പമാക്കുന്നതിനും ഒരു പ്രത്യേക വിഷയത്തിൽ കേന്ദ്രീകരിച്ചുള്ള മെസ്സേജുകൾ അയക്കുന്നതും കൂടുതൽ എളുപ്പമാക്കുന്നതാണ് ഫീച്ചർ. ഇത്തരത്തിൽ ത്രെഡ് ചെയ്ത സംഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഫീച്ചർ നിലവിൽ ആൻഡ്രോയിഡ് വാട്സ്ആപ്പ് ബീറ്റയുടെ ഏറ്റവും പുതിയ വെർഷനിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഉപയോക്താക്കൾ നൽകുന്ന മറുപടികൾ അവർ ഏത് വിഷയത്തിലാണ് പ്രതികരിക്കുന്നത് യഥാർത്ഥ മെസ്സേജിന് കീഴിൽ ഒരു പുതിയ ത്രെഡ് ഓട്ടോമാറ്റിക്കായി സൃഷ്ടിക്കപ്പെടും. ഇത്തരത്തിലൊരു ത്രെഡ് തുറക്കുമ്പോൾ അത് സംബന്ധിച്ച സംഭാഷണങ്ങളുടെ എല്ലാം പൂർണ്ണമായ അവലോകനം ദൃശ്യമാകും. അതുകൂടാതെ ത്രെഡിലേക്ക് കൂടുതൽ മെസ്സേജുകൾ ഉപയോഗിച്ച് മറുപടി നൽകാൻ കഴിയും. ഈ മറുപടി ഫോളോ അപ്പ് റിപ്ലൈ എന്ന് അടയാളപ്പെടുത്തപ്പെടും. വാഹനപ്രേമികൾക്ക് സുപരിചിതമാണ് BMWയുടെ ലോഗോ. എന്നാൽ ആ പഴയ ലോഗോയിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. വാഹന നിർമ്മാതാക്കളായ BMW തങ്ങളുടെ പുതിയ ഇലക്ട്രിക് കാറായ iX3 അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ലോഗോയിലും മാറ്റം വരുത്തിയത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വളരെ കുറച്ചു മാത്രം. നിറത്തിലും അക്ഷരങ്ങളുടെ വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. പഴയ ലോഗോയിലുള്ള നീല, വെള്ള എന്നീ കളറുകളെ കറുപ്പിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ക്രോം വളയമുണ്ടായിരുന്നു. എന്നാൽ പുതിയ ലോഗോയിൽ ആ ക്രോം വളയത്തെ ഒഴിവാക്കി. കൂടാതെ അക്ഷരങ്ങളുടെ വലുപ്പവും കുറച്ചു. പഴയ മോഡലുകളിൽ പഴയ ലോഗോ തന്നെയാണ് ഉണ്ടാവുക, അതിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന iX3 ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലായിരിക്കും BMW പുതിയ ലോഗോ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുക. ബാക്കി വരുന്ന ചോറ് നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം രാവിലെ തിളപ്പിച്ച് കഴിക്കുന്ന ശീലം മിക്ക വീടുകളിലും സാധാരണമാണ്. ഭക്ഷണം വേസ്റ്റ് ആകാതിരിക്കാനും സമയലാഭത്തിനും ഇത് നല്ലതാണ്. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വേവിക്കാത്ത അരിയിൽ ബാസിലസ് സെറിയസ് എന്ന ബാക്ടീരിയയുടെ ബീജങ്ങൾ ഉണ്ടാകാം. ഇത് ചൂടിനെതിരെ പ്രതിരോധ ശേഷിയുള്ളവയാണ്. ഇത് അരി വേവിക്കുന്ന സമയത്ത് പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല. അരി വേവിച്ച ശേഷം അത് പുറത്തുവച്ച് 40 മുതൽ 140 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനിലയിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ വേഗത്തിൽ പുനരുൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നു. ചോറ് മണിക്കൂറുകളോളം പുറത്തിരിക്കുമ്പോഴാണ് ഭക്ഷ്യവിഷബാധയ്ക്കുള്ള അപകട സാധ്യത കൂടുന്നത്. സാധാരണ താപനിലയിൽ ഏതാനും മണിക്കൂറുകൾ ഇരുന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കഴിക്കുന്നവർക്കാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുക. കൂടാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഒരിക്കൽ ചൂടാക്കിയ ശേഷം ആ ചോറ് തിരിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയോ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്യരുത്. ചോറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം മൈക്രോവേവിലോ ആവിയിലോ എണ്ണയിലോ ചൂടാക്കാം. മൈക്രോവേവ് ചെയ്യാൻ ഓരോ കപ്പ് ചോറിനും 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. മൈക്രോവേവിൽ 165 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ 3-4 മിനിറ്റ് വയ്ക്കുക.